Hello, dears. Welcome back to my channel, Leader's Talks. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മേക്കിംഗ് മെറ്റീരിയൽസ് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ഇങ്ങനെ മാലകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഈ മെറ്റീരിയൽ മാത്രം മതി, ഈ ടൈപ്പ് മെറ്റീരിയൽസ് മാത്രം മതി. അപ്പം ഈ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഷട്ടപ്പടയിൽ നമുക്ക് ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ലോക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. ഇത് ഇച്ചിരി ഒരു വലിയ ലോക്കറ്റാണ്, ഞാൻ ചെറുതാണെന്ന് വിചാരിച്ചാൽ വാങ്ങിച്ചത്, പക്ഷേ നല്ല വലിപ്പമുള്ള നല്ല ലോക്കറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്ട്രാൻഡാണ് ഇതുപോലത്തെ. ഈ 2 സ്ട്രാൻഡ് ഇതിന് നമുക്ക് ഹോൾസെയിലായിട്ടും വാങ്ങിക്കാം, അല്ലാതെ റീറ്റെയിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഈ സ്ട്രാൻഡിന് ഏകദേശം 170 അത്രയൊക്കെ ആയിരിക്കും 2 സ്ട്രാൻഡിനൂടെ നമുക്ക് വരുന്നത്. ലോക്കറ്റിനും ഏകദേശം 50-70 അത്രയൊക്കെ വരും. ഹോൾസെയിൽ റേറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും റീറ്റെയിലാണ് എടുക്കുന്നത്. ഹോൾസെയിൽ ചിലപ്പോഴേ എടുക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് മെറ്റീരിയൽ പോകുന്ന അനുസരിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഡോരിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ലോറിയൽസ് വേണം. പിന്നെ ഇതുപോലത്തെ ജം റിങ്സ് കൂടെ നമുക്ക് വേണം. അപ്പം പിന്നെ പ്ലെയർ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് മേക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പ്ലെയറൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് ഷട്ടപ്പടയിൽ നിന്ന് പെട്ടെന്നൊരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ജംറിങ്ങുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഇതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാല മിക്കവാറും ഈ മീഷോയിലും അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ സ്ട്രാൻഡൊക്കെ ഉള്ള വലിയ മാലകളൊക്കെ. അപ്പോൾ അത് നമുക്ക് മെറ്റീരിയൽ വാങ്ങിച്ച് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രൈസിൽ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അതിലൊക്കെ എനിക്ക് തോന്നുന്നു ചീപ്പ് റേറ്റ് ആയിട്ടുള്ള പ്രൈസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക, ഇങ്ങനെ ഒന്ന് കൊടുക്കുക, പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമക്കുക. ഇതിൽ കുറേ ക്രിയേറ്റിവിറ്റീസ് കാണിക്കാൻ കേട്ടോ ഇതിനകത്തെ. പിന്നെ അടുത്ത സ്ട്രാൻഡിൽ നമുക്ക് കണക്ട് ചെയ്യണം. നല്ല വലിപ്പമുള്ള നല്ല വലിയൊരു ലോക്കറ്റായത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചെറുതാണെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. എനിക്ക് ഫോട്ടോയ്ക്കകത്ത് കണ്ടപ്പോൾ ഇത് ഒത്തിരി ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് നല്ല വലിയ, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ മാലകളൊക്കെ ഇടാൻ നല്ല, പക്ഷേ നമ്മൾ മുത്ത് വെച്ച് ചെയ്യുമ്പോൾ വൃത്തികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ ലോക്കറ്റാണ്. മീഡിയം സൈസ് നമുക്ക് മുത്ത് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക. കണ്ടില്ലേ, ഇതിങ്ങനെ 2 ഇതായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ട് ഈ ഡാൻസുകാരൊക്കെ ഇടുന്നൊരു സൈസ് മാല പോലെ ഇല്ലേ ഇത്. അപ്പം ഇനി നമുക്കിതിൻ്റെ അടിയിലും 3 ഹോളുണ്ട്. ആ ഹോളിലൂടെ ഞാൻ ജസ്റ്റ് ലോറിയിൽ ഇടാം. ഒരു കുഞ്ഞ് സാധനമാട്ടെ ഈ ലോറിയിൽ എന്ന് പറഞ്ഞേക്കുന്നത്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ഫ്യൂസ് സ്റ്റാറിനകത്ത് പേള് വെച്ചിട്ട് ചുറ്റി എടുക്കുന്ന ഒരു സാധനമാണ് ലോറിയിൽ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ജംറിങ് എടുത്തിട്ട് ലോറിയിൽ ജസ്റ്റ് ഇതുപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ജ്വല്ലറി മേക്കിംഗ് വളരെ സിമ്പിളാട്ടോ, അത്ര വലിയ പാടൊന്നും. നമുക്ക് ടെറാക്കോട്ടയാണ് കുറച്ച് ഇച്ചിരി പാടുള്ളത്. അല്ലാതെ ഈ ടൈപ്പ് ജ്വല്ലറീസൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്കും ഓരോ നമ്മൾ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിക്കകത്ത് മെയിനായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ ചെയ്ത അതേ ഡിസൈൻ തന്നെ കോപ്പി ചെയ്യരുത്. ഇപ്പോൾ നമുക്കത് റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുക. എന്തിലേ നമുക്ക് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി നമ്മൾ വിജയിക്കത്തുള്ളൂ. കാരണം എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് മിക്കുള്ള എല്ലാ ആൾക്കാരും. അപ്പം നമ്മൾ അതോടെ ജസ്റ്റ് നോക്കിയിട്ട് വേണം ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. സെയിം അത് തന്നെ നമ്മൾ കോപ്പി ചെയ്യരുത്. സെയിം അത് തന്നെ കോപ്പി ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മൾ കോപ്പി ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയതൊക്കെ ഇറക്കുവാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വെബ്സൈറ്റുകളിലൊക്കെ. ഇപ്പം എല്ലാവർക്കും ട്രെൻഡായിട്ടുള്ള സാധനങ്ങളാണല്ലോ വേണ്ടത്. ഒരാളിട്ട സാധനം തന്നെ മറ്റുള്ളവർ ഇടണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിതെല്ലാം കണക്ട് ഇപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റീസ് കാണിക്കാം കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കുറേ വേറെ ഗുങ്കുരൂസൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പ് മാലയൊക്കെ, അത് ഒത്തിരി ഹെവി ആവും, അതേ ഉള്ളൂ. അങ്ങനെ ഹെവി ടൈപ്പ് ഇടുന്നവർക്ക് അത് പ്രശ്നമില്ലായിരിക്കും. അപ്പം ഞാനിതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പം നമുക്ക് കൂടുതലും ഈ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സാരിയൊക്കെയാണ്. ഈ ചെട്ടിനാട് കോട്ടൺ സാരീസും അതുപോലെ തന്നെ അങ്ങനത്തെ പോച്ചമ്പള്ളി അങ്ങനത്തെ സാരീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സാരീസിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും കാണാൻ വേണ്ടി. നമുക്ക് ജസ്റ്റ് മാലയും നമുക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാവരും ശ്രദ്ധിക്കും. അപ്പം
അങ്ങനത്തെ സാരീസിൻ്റെ കൂടെ പിന്നെ ചുരിദാറിൻ്റെ കൂടെ ഏറ്റവും നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡായിപ്പോൾ അത്. ഹെവി ജ്വല്ലറീസും വെസ്റ്റേൺ ടോപ്സും കൂടെ ഒക്കെ ഇടുന്നത് ഇപ്പം. ഞാൻ അതുകൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ലോറിയിലല്ലാതെ ഗുങ്കുരു ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലോറിയിലാണ് എടുത്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ഡോരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ത്രെഡിൻ്റെയാണ്. നമുക്ക് ഉണ്ടാക്കാനും പറ്റും, പക്ഷേ ഉണ്ടാക്കി നമുക്ക് അത്രയും പെർഫെക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സംഭവം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഇത് നമുക്ക് 2-3 ഇതായിട്ട് നമുക്ക് കെട്ടായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഏകദേശം 50-60 രൂപയും കാണാൻ തോന്നുന്നു. നമുക്ക് കെട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഇപ്പം ഞാൻ സാധനങ്ങൾ എടുക്കുന്നത് തന്നെ വെളിയിൽ നിന്നാണ്, കേരളത്തിനകത്തുനിന്നൊന്നുമല്ല, വെളിയിൽ നിന്നൊക്കെയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ നിന്നും സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഉണ്ട്. പക്ഷെ കൂടുതലും ഞാൻ കാരണം അവിടെയാണ്, കാരണം ഈ ബോംബെ, ഹൈദരാബാദ്, പിന്നെ സൂററ്റ്, ഗുജറാത്ത് അവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ അങ്ങനെ ചവറ് പോലെ കിടക്കുകയാണ്. ഞാൻ ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ നേരത്തെ വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നുള്ള. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ തപ്പി അതിനകത്ത് നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സും. അപ്പം നമ്മൾ തപ്പി കണ്ടുപിടിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എവിടെയാണോ പ്രിഫറൻസ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എറണാകുളം ബ്രോഡ്വേയിൽ ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഹോൾസെയിലായിട്ടും അല്ലാതെയും കിട്ടുന്നതുകൊണ്ട് പ്രൈസ് റേറ്റ് ഇച്ചിരി കുറവാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഇതുവരെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇങ്ങനെ റോ മെറ്റീരിയൽ സെല്ല് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നൊക്കെ നിങ്ങളിങ്ങനെ പലയിടത്ത് പോയി ചോദിക്കണം. അപ്പോൾ ഒരിടത്ത് തന്നെ പോയി ചോദിച്ച് സാധനം വാങ്ങിക്കാതെ പലയിടത്തു നിന്ന് ചോദിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന അതേ മെറ്റീരിയൽ ചിലപ്പം അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ക്വാളിറ്റി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ ഒരു കണക്ടർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തതുകൂടെ കണക്ട് ചെയ്യാം. അപ്പം അതിനകത്ത് കുറച്ച് നൂലിരിപ്പുണ്ട്. അപ്പം ഞാൻ അതെല്ലാം അങ്ങ് കട്ട് ചെയ്താൽ കളയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം, നിങ്ങൾ പലയിടത്ത് പോയി ചോദിച്ചിട്ട് വേണം. ഒരേ സ്ഥലത്തു നിന്ന് തന്നെ സാധനം വാങ്ങിക്കാതെ പലയിടത്തും വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കാം. ചിലപ്പോൾ ഒരാളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലായിരിക്കും മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി. ചിലപ്പോൾ ഒരാളുടെ കയ്യിലില്ലാത്ത പ്രോഡക്റ്റ് വേറെ ആളുടെ, അങ്ങനെ പലയിടത്തും നമ്മൾ ചോദിച്ച് വേണം നമ്മൾ. പിന്നെ കൈപ്പം പോയിനി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം കൈയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫ്യൂസ് വെയറിനൊക്കെ ആണെങ്കിലും ഭയങ്കര കയറിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദനയൊക്കെ എടുക്കുക. അതുപോലത്തെ സംഭവങ്ങളാണ്. അപ്പം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ നമുക്ക് ബിഗിനർ കിറ്റ്സൊക്കെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ബിഗിനർ കിറ്റ് വാങ്ങിച്ച് നോക്കിയിട്ട് ആദ്യമേ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ അങ്ങ് വാങ്ങിക്കാതെ ജസ്റ്റ് എല്ലാ സ്റ്റോറിലും ഒരു ബിഗിനർ കിറ്റ് കാണുമായിരിക്കും ഓർണമെൻറ്റ് മേക്കിങ്ങിൻ്റെ. അപ്പോൾ ആ ഒരു ബിഗിനർ കിറ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതെല്ലാം കൂടെ വാങ്ങിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജ്വല്ലറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ച ജ്വല്ലറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി വലിയ ലോക്കറ്റ് ആട്ടോ ഇതാണ്ട്, ഇത്രയും വലുപ്പമുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കിയാൽ മതി. ആമസോണിലും അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോർസിലും ഒക്കെ ജസ്റ്റ് ചോദിച്ചിട്ടൊന്ന് വാങ്ങിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇങ്ങനെ വെറൈറ്റി ടൈപ്പുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ മിക്ക നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരാൾ ചെയ്ത് അതേ പ്രൊഡക്റ്റ് തന്നെ കോപ്പി ചെയ്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ പുതിയ ഡിസൈൻസ് ഒക്കെ ഇറക്കുമ്പോഴും ഒരാൾ ചെയ്തതിനെ കോപ്പി ചെയ്യാതെ പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ ഞാൻ വീണ്ടും പറയുന്നു. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും ചേരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒന്നും ചേരത്തില്ല. നമുക്ക് സാരിയുടെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ സാധനങ്ങളെല്ലാം റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വീണ്ടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആവുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.